അടുത്ത ആഴ്ച കേരള 10 ലക്ഷം ഒരു കാറും. ഞാൻ എല്ലാ സീരിയലിലും ഓരോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നമുക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല. അമ്മേ, ഈ ഭാഗ്യം എപ്പോഴാണ്, എവിടെ കൂടാണ്, എങ്ങനെയാണ് നമ്മളെ കടാക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ കണ്ട താറാവുകാരനും ചായക്കടക്കാരനും ബീഡി എറുപ്പുകാരനും ഒക്കെ ഒന്നാം സമ്മാനം കിട്ടാമെങ്കിൽ നമുക്ക് കിട്ടിക്കൂടെ? പിന്നെ അമ്മയ്ക്ക് പശുവിന്റെ മൂത്രവും ചാണകവും ഒക്കെ വരണോ? നല്ല എയർ കണ്ടീഷൻ മുറിയില് കാലും കയറ്റി വെച്ചിരുന്നാ പോരെ? ഇവന്റെ ഓരോ മോഹങ്ങള്. 3 നേരം പട്ടിണി കൂടാണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടിയാ മതിയായിരുന്നു എന്റെ ഈശ്വര. എനിക്കും ഒരു AC റൂം വേണം. AC ഇല്ലാണ്ട് എനിക്ക് ഉറക്കമേ വരുന്നില്ല. എടി നീ എങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ കാശും പണവും വരാൻ അത്ര പെരുത്ത് സമയമൊന്നും വേണ്ട. എല്ലാവർക്കും ഉണ്ടടി ഒരു നല്ല കാലം. അന്ന് ഞാൻ ഈ പഴഞ്ചൻ വീട് പൊളിച്ച് ഒരു ഉഗ്രം വീട് പണിയും. അതിൽ AC മുറി ഉണ്ടാവും, 5-6 എണ്ണം. പണിത് വെച്ചിട്ടുണ്ടല്ലോ മേശപ്പുറത്ത്. പോളിടെക്നിക് പഠിച്ചുകൊണ്ട് ഇതൊരു ഉപകാരമായി. തുടങ്ങിയോ അതിന്റെ മുകളിലെ പണി? എന്റെ ശിവ, നീ അതെടുത്താ പിന്നാമ്പറത്തെങ്ങാനും കൊണ്ടുവയ്ക്കേ. കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന്. പരിഹസിക്കുന്നതാ. നമുക്ക് ഇഷ്ടമുള്ളപ്പോ തുടങ്ങും. നാട്ടുകാരോട് പറയണോ? ചേട്ടാ, ഈ ലോകത്ത് വേറെ എന്തൊക്കെ കാര്യമുണ്ട് അന്വേഷിക്കാൻ? ശിവശങ്കരൻ വീട് വെക്കോ, എന്ന് പണി തുടങ്ങും, എങ്ങനെ പണി തുടങ്ങും, വേറെന്തൊക്കെ അറിയണ്ടത്? കണ്ണുകടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ കണ്ണുകടി? പിന്നെ നിറയെ പൊന്നും പണം വെച്ചിരിക്കല്ലേ അറിയല് കണ്ണു കടിക്കാൻ. എന്റെ ശിവ, അല്പത്തരം പറയാതെ നീ പാലുള്ളത് അയാൾക്ക് കൊണ്ട് കൊടുക്ക്. വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട്. ഇതാ പാല് കുറവാ, 3 കുപ്പി തികയില്ലാന്ന് പ്രഭാരനായരോട് പറ. കറന്നെടുത്താ മാത്രം പോരാ, അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം. വെള്ളം ചേർത്താലോ? എന്നിട്ട് വേണം ആ 1000 കുപ്പിയോടെ മുഖത്തറിയാൻ. വിഷമൊന്നും അല്ലല്ലോ, പാലിൽ ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ. വേണമെങ്കിൽ മതി. അത് ശരി, പ്രഭാകരനാരുടെ ചായക്കടയിൽ നീ നാട്ടുകാര് കുടിക്കണതേ ഈ കുളത്തിലെ വെള്ളമാണല്ലേ? നോക്കിക്കൊണ്ട് പോടാ, ചിലപ്പോ വല്ല മീനും കാണുമോ? നീ മീനൊന്നും കേറിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ 2 മീൻ ഇപ്പൊ കേറിയാൽ എന്താ? ഉച്ചയ്ക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുക്കാം. പാല് വെള്ളം പോലെയാണല്ലോ. പാല് വെള്ളം പോലല്ല, അതിന്റെ കല്ല് പോലെ ഇരിക്കണം. അത് വേണ്ട, പക്ഷെ പാല് പാലായിരിക്കണം. ഇത് മുഴുവൻ വെള്ള വേണ്ട. അതോ, അത് ഇന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ? എന്റെ ശിവശങ്കര, പ്രഭാകരനാരുടെ അടുത്ത് വേണോ ഈ വിളവ്? ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചു തരുന്നില്ല. നാളെയും പയ്യെ കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട. അമ്മയോട് പറഞ്ഞേക്ക്. ഓരോ തെറ്റിദ്ധാരണകളെ. ചേട്ടാ, ഞങ്ങളൊക്കെ കറക്കുന്ന മൊന്തയില് ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഈ പാലില് വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നാം തരം ജോലിയുള്ളതാ. ഗോവിന്ദൻ കൺട്രാക്ടിന്റെ അടുത്തൊന്ന് നീ പോന്നു പറയുന്നത് കേട്ടു. പോന്നു. അതുകൊണ്ടെന്താ, ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവാ. അറിയോ? പാചോടിക്കാതെ പോ. വണ്ടിയിലൊടിക്കാൻ കുറെ വെള്ളം എടുത്തടി. ഇക്കാക്കടെ ലൊടാക്ക് വെള്ളം മണി കുടിച്ച് കൂട്ടുണ്ട്. അതിനുള്ള ഓട്ടാണെങ്കിൽ ഓടുന്നു. ഈ ലൊടാക്കുള്ളതുകൊണ്ടാ നീ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് കിടക്കുന്നത്. മോനെ, വരുമ്പോ ശിവൻകുട്ടിയോട് 5-6 കുളിയും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ഓ തന്ന കുളിക്കാൻ മുണിങ്ങാൻ രസമാണ്. കാലിന്റെ തരിപ്പിന് നല്ല അക്കണ്ട്. അയ്യോ, എന്റെ ഉമ്മ ഓൻ തരുന്ന മരുന്നൊന്നും വിജയിച്ച് കഴിക്കല്ലേ. അതേതോ തല്ലിപ്പൊളി കമ്പനിയുടെ മരുന്നാ.
അത് മാത്രമല്ല ഓൻ ഈ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാൻ പോട്ട് അറിയേയില്ല. പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വെക്കാനാന്ന് പറഞ്ഞു ഓ നടക്കണ എന്തിനാ? ഈ മരുന്ന് വിൽക്കുന്നവരാണോ ചികിത്സ? അത് ഡോക്ടർമാർക്കേ അറിയൂ. എന്നാൽ അത് മുണിയാൻ രസം നല്ല ആക്കണ്ട്. മോന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്തില്ല. നീ എന്താ ഇതുവഴി? ഒന്നും പറയണ്ട, ഞാൻ ആ ഇടവഴി ചാടി കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക. കാലത്തെ ആ വെറിയമ്മേനോ കേറി വന്നു. ഞാൻ അയാൾ കാണാതെ അടുക്കള വഴിങ്ങി പോന്നു. അത് ശരി, ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം? പിന്നല്ലാതെ എത്ര അവധിയെന്ന് വെച്ചാ പറയാ. സാധാരണ അച്ഛന്മാര് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്കുക. പൂക്കാട്ടുശ്ശേരി പരമേശ്വരൻ നായര് 3 മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാ. ഒക്കെ ശരിയാവും എന്റെ ശിവൻകുട്ടിയെ, ഈ സമാധാനിക്ക്. ഒക്കെ ശരിയാവും. ഞാനൊരു കത്തിയും കഠാരിയായിട്ട് ഇറങ്ങണം, കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ. നീ ഇത്ര ബേജാറാവണം എന്തിനാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. ഇതിലിത്ര വിഷമിക്കാൻ എന്തുവാ കാര്യം? ബാലേട്ടനെ മിടുക്കൻ. ജോലിയും കുടുംബവും ഒക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി. കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. കഞ്ഞി വിളമ്പിക്കണോ? നീ വല്ലതും കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? എനിക്ക് വേണ്ട. എന്നോട് ഉളമ്പിയത് ഇവൻ വീട്ടിന്റെ പിന്നാമ്പുറത്തോടെ മുങ്ങിയതാ. ഇയാള് വേഗം കഴിച്ചിട്ട് വാ, വണ്ടി പോവാം. അപ്പൊ അയാളുടെ കണ്ണിപ്പെടാണ്ട് പോവാലോ. അതെന്താ ഞങ്ങളുടെ കഞ്ഞി കഴിക്കൂലേ? ഇതൊക്കെ ഇവന്റെ ഒരു നമ്പറല്ലേടി. പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? എവിടെയാണേലും അവൻ പറന്നെത്തും, വിളിച്ചാ വരത്തില്ല. എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി ഇന്നലെ ശബ്ദം ഉണ്ടാക്കി. താറാമുട്ട പൊരിച്ചു കിട്ടാനുള്ള കൊതിയാ വാപ്പയ്ക്കതറിയാം. മൂപ്പർ ഒരു കഷ്ണം അങ്ങോട്ട് കൊടുക്കും, കിട്ടിയാ പിന്നെ ഒരു നിമിഷം നിക്കത്തില്ല, പറക്കുന്നത് കാണാം. പള്ള കായാണ്ട് വല്ലതും കഴിച്ചിട്ട് കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? കഞ്ഞിക്ക് എന്താ? നെറുകേട് കാണിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഞാനെന്താ നിങ്ങളുടെ കളിക്കുട്ടിയാ? പൂച്ചവാക്കിൽ വാ പട്ടുവാക്കിൽ വാന്ന് പറഞ്ഞ് എന്നെ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 5-6 ആ ബാലകൃഷ്ണ അടുത്ത് ചെന്നപ്പോ അവനില്ലാത്ത പ്രായം കുട്ടി തരുമെന്ന് പറയും. ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയണമാതിരി തറാന്ന് പറയും. ഇപ്പൊ എന്റെ നേളിൽ കണ്ടാവും മുങ്ങി നടക്കുക. എന്റെ പെട്ടിരിക്കുന്ന പണം 25,000 റുപ്യ എണ്ണി തന്നിട്ടാ ഞാൻ ഈ അച്ചാലും പിച്ചാൻ നടക്കേണ്ടി വന്നത്. അവരാരും വാങ്ങിച്ച പണമല്ലല്ലോ. വാങ്ങിച്ച ആള് മരിച്ചും പോയി. എന്നാലും തരില്ലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പ്രോനോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. പണം ഞങ്ങൾ തരും എന്ന്. അതിന് ഞാൻ ചത്തിട്ട് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ഇവനൊക്കെ ഗതി പിടിക്കുന്ന ആർക്കറിയാം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. സിവിൽ കേസ് കൊടുക്കാൻ പോവാ. നീ അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട. നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ? ഒറ്റ കുപ്പി പോലും വിറ്റിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ എറണാകുളത്തൊക്കെ ഭയങ്കര സെയിൽസ് കിട്ടാനില്ല. ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ്. മിനറൽസ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ. വെറുതെ പുഴു അടിക്കാതെ ആശാനെ, നെല്ലിക്ക വൈനിൽ ഏതാണ്ട് അരച്ചു കലക്കി ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാവില്ലെന്ന്. പിന്നെ ചെലവാക്കാം, ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം. അത് കമ്പനിക്കാർ വിചാരിക്കാൻ നമ്മൾ എന്ത് അത് ചെയ്യാൻ? പറഞ്ഞ് സമ്മതിപ്പിക്കണം. പ്രോവി തേക്കാര് 500 ബോട്ടിലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത്. തന്നെ? അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല. നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടിലുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറേ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമൊന്നും ഇവിടെ വിൽക്കാറില്ലേ? ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല. ചില സ്ഥലത്ത് വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ ഓക്കെ. ബ്ലഡും യൂറിനും മോഷനും ഒന്ന് പരിശോധിച്ചിട്ട് വരൂ. ഒരു എക്സ്റേ എടുത്തോ, എന്നിട്ട് മരുന്നിന് എഴുതാം. ഡോക്ടർ, എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പരിശോധനകൾ വേണോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ? സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാ പോരെ. ഇത് വെറും ഒരു തലവേദന ആയിക്കണമെന്നില്ല. എന്താ, പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. പിന്നെ ഇത് KJ ലാബറട്ടറിയിൽ പരിശോധിപ്പിച്ചാൽ മതി. അവിടെ നല്ല റിസൾട്ട്. ബാക്കിയെല്ലാം പോക്കാം. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ആ. ഐ ആം ശിവശങ്കർ ഫ്രം പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ്. ഇരിക്കും. ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പ്രോട്ടോ ബീറ്റ് ടോണിക് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷേ ഡോക്ടർ ഒന്നുപോലും ഇതുവരെ എഴുതിയില്ല. ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല. ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ. പിന്നെ ഈ ടേബിൾ ഫാൻ കണ്ടോ? കണ്ടു. അത് പ്രോവിറ്റേക്കാരുടെ കോംപ്ലിമെന്റ്സ് ആണ്. പിന്നെ ഈ ടേബിൾ കണ്ടോ? കണ്ടു. വിറ്റ ബീറ്റോളുകാരുടെയാണ്. ദാ ബ്യൂറോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്സ്? 1000 ബോട്ടിൽ പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ്, 5000-ന് ഒരു കളർ ടിവിയും ഒരു VCR-ഉം, 10,000-ന് ഒരു ചെറിയ മാരുതി കാർ. ഓ റിയലി, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര്? പ്രോട്ടോ ബി ഹെൽത്ത് ടോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് സെർബിറ്റോൾ. ഗർഭശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി. പ്രോട്ടോബി 4 ബോട്ടിൽസ്. അതേത് ഡോക്ടറെ?
ഡോക്ടർ സുരേന്ദ്രന്റെ ഇത് തീർന്നിരിക്കുക. ഒരു ബോട്ടിൽ പോലും ഇല്ലേ? ഇല്ല, കംപ്ലീറ്റ് തീർന്നു. ഇപ്പൊ തന്നെ എത്ര ചീട്ടാ വന്ന് മടങ്ങിപ്പോയെന്നറിയോ? ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന്. അതുകൊണ്ട് 4 വാങ്ങി വെച്ചോളാൻ. ഇനി എന്ന് വരും? 2 ദിവസത്തിനകം വരുത്തി തരാം. വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ. അന്വേഷിച്ച് നോക്ക്. എന്താ അസുഖം നിങ്ങൾക്ക്? തലവേദന. സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും. ആ, വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ആ റെപ്രസെന്റേറ്റീവ് ആള് കൊള്ളാമല്ലോ. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവാന്നല്ലാതെ ഒറ്റ ഒരുത്തൻ ചിറ്റ എഴുതണ്ടേ. ഇപ്പം മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛമാ. കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാഞ്ഞിട്ടാന്ന്. അല്ലേ ചങ്ങാതി, ആ. ഓരോരുത്തരും 1000 ബോട്ടിൽ വെച്ച് എഴുതിയാലേ ഉം. നീ ഫ്രിഡ്ജും VCR-ഉം TV-യും ഒക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കും? ഞാൻ എവിടുന്ന് കൊടുക്കാനാ? പിന്നെ എടാ, എല്ലാരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു 10,000 ബോട്ടിൽ ഇലവായ എനിക്കൊരു 8,000 റുപ്യ കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ? പിന്നെ ഇവന്മാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ പറ്റേ അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ്. അയ്യോ, അപ്പൊ ഈ ജോലി ഈ നാട്ടിലാണ് ജോലിക്ക് പഞ്ഞം. എടാ, ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരമേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എടാ, ലോട്ടറി ടിക്കറ്റ് വിറ്റാ ജീവിക്കാനുള്ള കാശ് കിട്ടത്തില്ലയോ? ഞാനും ഈ വണ്ടിയൊക്കെ വിറ്റിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാൻ പോവാ. വണ്ടിക്കാണെങ്കിൽ ഓട്ടോ ഇല്ല. ഓടി കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കണം. നീ ഒന്ന് അടിച്ചു നോക്കിയാൽ സ്റ്റാർട്ട് ആവുന്നു. കേരള ദൈവമേ, വഴി കിടത്തല്ലേ. നീ ഇവിടെ കയറുന്നുണ്ടോ? കേറിയില്ലെങ്കിൽ കേറിയില്ല, ഇവിടെ വഴി കിടക്കാം. കേറിയാൽ കേറി അവിടെ വീട്ടിൽ കിടക്കാം. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേക്കണ്ടേ? ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി. അയാൾ വന്ന് വഴക്കുണ്ടാക്കണ ഇത് ആദ്യമൊന്നുമല്ലല്ലോ. എന്റെ കുട്ടി, ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയുള്ളൂ. അതും അയാൾ കേട്ടു. എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തല വീഴുന്ന സ്ഥലമൊന്നുമല്ല. അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ. പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ. അമ്മ ആഹാരം കഴിക്കേ. എനിക്ക് വിശപ്പില്ല. ആദ്യം കേറിട്ടാ. പിന്നെ മണ്ണാൻ കേട്ടാ. ഇനി അമ്മ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല. ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം. പോരെ? അമ്മ കഴിക്കേ. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ്. എന്ത് വേണം? ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്ന. കണ്ടോളൂ. അതല്ല. ഏതല്ല? എടാ, എന്റെ നിഴല് കണ്ടാ മുങ്ങി നടക്കണ നീ എന്നെ കാണാൻ വരെ. എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോളാം. 1 കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടുന്നെടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസം അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി. മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങളടുത്ത് ഞാൻ വരണില്ല. ഇവിടെ നീതി നിയമമുണ്ടോ ഞാനും നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ളവർഗ്ഗങ്ങള്. എടോ, ഇത്രയും നേരം തന്റെ കാല് ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. താൻ എന്നെ കോടതി ഏറ്റല്ലോ. ഏറ്റുടാ. ഞാൻ കോടതി കയറുന്നത് തന്നെ കൊന്നിട്ടായിരിക്കും. താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് സഹിക്കണോ? അന്ന് എന്റെ മരണമാ. എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ പോക്കിരുത്തരാ അതെ, കാട്ടെ. പോക്കൃതരാ. താൻ എന്തോ ചെയ്യും? ഞാനും ചെയ്യില്ല. എന്നെ കോടതി ഏറ്റണ്ടേ? അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ലെന്ന് വരും. അതിന് നിനക്കെന്താ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോകുന്ന തനിക്കായിരിക്കും. മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനെന്തോ നോക്കി പേടിപ്പിക്കുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ, കളിക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവൻകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. അപ്പൊ കാണാം. കാണണം. കാണണം, കാണണം. എന്താ പറയാ? ഏട്ടനപ്പോ വന്നു. സന്ധിക്കെത്തി. പഞ്ചസാര വാങ്ങിച്ചോടാ. പഞ്ചസാരയും അരിയും മുളകും ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്നു. നാളെ രാവിലെ ബാലിന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏട്ടത്തെയും മുളകൊക്കെ സുഖമായിരിക്കുന്നില്ലേ? തോന്നൂല. പ്രേമേ, എന്തേട്ടാ? ഏതാടി സാരി? വല്യേട്ടൻ കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക. പെണ്ണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക. അതെന്താ? ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ? അവള് വലിയ പെണ്ണായി. ഒരുത്തനെ കിട്ടണമെങ്കിൽ കാശ് എത്ര കൊടുക്കണമെന്നാ? അതിനെന്താ, ഇപ്പൊ നല്ല വരവല്ലേ? വരവോ? ചേട്ടനോട് ആര് പറഞ്ഞു? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ? ഈ വേഷം മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എടാ, മൂത്തോര് പറഞ്ഞാ കുറച്ചൊക്കെ അനുസരിക്കണം. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയതല്ലേ. ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാ ഗോവിന്ദൻ കോൺട്രാക്ടർ സമ്മതിച്ചെന്നറിയോ? മാസം 1800 രൂപ ശമ്പളം.
ഒന്ന് കണ്ണടച്ചാ കാശ് വേറെ. അതിട്ടിട്ട് പോകും. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചി തൂക്കി പിടിച്ച് നടക്കുക. അതാവുമ്പോ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, അതൊരു ആശയാണ് ഏട്ടാ, നല്ല വേഷം ധരിച്ചടക്കാൻ. പഠിക്കുന്ന കാലത്ത് 2 മുണ്ടും 2 ഷർട്ടും ഇട്ടാ ഞാൻ ഒരു കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിണിക്കിടരുത്, എനിക്കതേ പറയാനുള്ളൂ. അമ്മയും പെങ്ങളും എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ. ഇപ്പൊ എനിക്ക് കുടുംബമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് കിട്ടുമെന്ന് അറിയാമല്ലോ. കുടുംബം നോക്കിയ കഥയൊന്നും ഏട്ടൻ പറയണ്ട. മാസം 300 റുപ്യ തരും. പിന്നെ ഇവിടെ ഉണ്ടാവണ തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത്. ഏട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താടാ ഏട്ടനോട് പറയണേ? അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ? എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്നും പറഞ്ഞിരുന്നാ മതിയോ? അവൻ പറഞ്ഞോട്ടമ്മേ, ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ശിവ, ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരപണിയാൻ പോവുക. അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന 2 പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും. ഞാൻ പറഞ്ഞു മുറിച്ച് അറുത്ത് കൊണ്ടുപോയിക്കോളാൻ. ആ പ്ലാവ് നിറയെ കായ്ക്കണതാ. എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല. ഏട്ടന് ആവശ്യമുള്ള തടി ഞാൻ അലിയാറുടെ മില്ലിൽ നിന്ന് ഏർപ്പാട് ചെയ്ത് തരാം. അതാവുമ്പോ എനിക്ക് കുറേശ്ശെ കൊടുത്തു തീർത്താൽ മതി. നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം. ഈ വസ്തുവിന്റെ പണയത്തിന് അച്ഛന് കടം കൊടുത്ത പലരുടെ. ഇത് കണ്ട് തൃപ്തി വന്നില്ലേ ഇതുവരെ? കിടക്ക വിരിച്ചിട്ടുണ്ട്. ഏട്ടൻ കിടന്നോ? അവൻ കിടന്നു. പാവം. ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കുവോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ? സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അലിയാറുടെ മില്ലിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ. കുറച്ച് കാശെനിക്ക് കിട്ടും. അത് ഏട്ടന് കൊടുക്കാം അല്ലേ? വാ, വന്ന് കിടക്ക്. നാളെ രാവിലെ പോകേണ്ടതല്ലേ? നമുക്കും വേണം നല്ലൊരു വീട്. പറ്റിയ ഇതുപോലെ തന്നെ പണിയണം. 2 നില. 2ാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം. പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മുകളിലത്തെ നിലയിൽ താമസിപ്പിക്കാം. താഴെ ഞാനും അമ്മയും. നമ്മൾ 2 മാത്രം മതിയോ? പോരെ? നീ പറ, മതിയോ? അമ്മയുടെ ഇഷ്ടം. എന്താടോ? വെറുതെ. വെറുതെ ഒന്നുമല്ല. ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ആ, ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്. 10,000 ഉറുപ്പിക കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10,000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴോ? പഴമെന്ന് പറഞ്ഞാ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി. വയസ്സായി ചത്തതാ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറിൽ കൊണ്ടുചെല്ലാമെങ്കിൽ 3,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞു. കേക്കട്ടെടാ. കുഴപ്പാവോ? കുഴപ്പമാവാതെ കൊണ്ടുപോകണം. കൊലക്കേസൊന്നുമല്ലല്ലോ. ഏയ്, ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്. ചൂടാറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ടോ? വിഷമിച്ച കാശ് കിട്ടുമോ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ആ. ഉം? ആ. അതാണ്ട് ഇങ്ങോട്ട് അകത്തോട്ട്. ഓ, കിടത്തല്ലേ കിടത്തല്ലേ.
പിടിച്ചു ആ മൂത്തി ആ തുറന്നു ഒരാളെ ഇപ്പുറം ആ വിളി ആ അടച്ചോ വാ ആ ശകലം കൂടെ വേണ്ട വണ്ടി ഓടിക്കാനുള്ള ഇതാ വായിലോട്ട് വെച്ചോട് അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മള് വെള്ളത്തിലാവാച്ചാനെ അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെന്ന് വലിക്കേ ഉറങ്ങല്ലേ വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല ഉറങ്ങരുത്. ഇവിടെ വടകരേ വടകരയെത്തും എത്തും വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു അട്ടിപ്പിട്ടി നടക്കുന്നു അടിപിടി വടക്കത്തെ ഞാൻ നടക്കുന്നു. വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി അടിപിടി നടക്കുന്നു. വടകരയുള്ള വഴിയിലോടുമ്പോ വെള്ളത്തിലാക്കല്ലേ പഴവേ. ആഹാ ആഹാ. കൈയും കാലും നിവർത്തി. ദേ ഞങ്ങളെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നൂർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2500 പോരെ? ചങ്ങാതി സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടൂ. മൊത്തം ഉണ്ടല്ലോ. ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചോടുന്നത്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങള് ഞങ്ങള് പോട്ടെ. ഹലോ അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി. ആയിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി. അപ്പൊ എന്താ പറ്റിയടാ? പടച്ചോനെ ചതിച്ചാ എന്താ പറ്റിയടാ? നോക്കണ്ട നീ നിന്നും. എന്താ ആക്സിൽ ഒടിഞ്ഞു കേട്ടാ. അയ്യോ നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറിയ എന്നെ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല. നേരം വെളുത്ത് പുതിയ ആക്സിൽ വാങ്ങിച്ചു വന്നാലേ നന്നാക്കാൻ പറ്റൂ. 500 രൂപയും പോയി, ഉറക്കവും പോയി. 500 രൂപ പോകുന്നേ പോട്ടെ, ബാക്കി 2500 ഉണ്ടല്ലോ. ഉറക്കം കളയാൻ ഞാനില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ചെന്നേരം ഉറങ്ങും. ഓ ഗുഡ് നൈറ്റ്. സാറേ സാറേ തീപ്പെട്ടി ഉണ്ടോ? പഴം തന്ത തന്തയൊന്നുമില്ല. സ്വപ്നം കണ്ടാ? തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു. നീ സ്വപ്നം കണ്ടാന്ന് ചുമാരി. ഞാൻ ഈ കാറി കിടക്കത്തില്ല. ഇതിന്റെ അകത്ത് ഇപ്പോഴും ശവത്തിന്റെ മണം ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പാതിരാത്രിക്ക് വണ്ടി നടന്നു പോയിക്കോളാം. നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. ക്ലാസ് കയറിയിട്. ഈ നാശത്തിനെ പിടിച്ച് വണ്ടി ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തുവരെയൊക്കെ പോയി. കിടക്കും. തല്ലി കൊന്നുകൊണ്ടേ നിരണം. നല്ല ഉറക്കാൻ പറ്റുക. അതൊക്കെ കളഞ്ഞു. ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലെ ഉണ്ട്. ഇക്കണക്കിന് ഈ
പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവന്മാരുടെ കാര്യം സമ്മതിക്കണം. ഏ. ദാ, യ്യോ, എന്തുവാടാ ദൂണ്ടാണ്ടോ? അയാളാണോ? എന്താ എന്താ നാടാ? ഒരു ലൈറ്റ് ഞാൻ കണ്ടു, അത് പെട്ടെന്ന് കാണുന്നു. കടലിൽ പോയി ചത്താരെങ്കിലും ആണോ? തേങ്ങാ പോലെ ഇപ്പൊ ഞാനും കണ്ടു. ദോണ്ടേ ദോണ്ടേ നമുക്ക് പോവാം. കുറച്ച് കഴിയട്ടെ, ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാർട്ടി വല്ലതും ആയിരിക്കും. മകളെ അതൊക്കെ പറടാ, അവന്മാരെ കേട്ടാ വലിയ കുഴപ്പമാ. അയ്യോ, ഇപ്പൊ പ്രയത്നക്കാരിലും വലിയ പുലിവാലായിട്ട് ടീച്ചറാ. ദൂണ്ട് ഒരാള് ആണോ? ദൂണ്ട് എവിടെ? ശിവ, ദൂണ്ട് അവിടെ 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 രണ്ട് കാല്. അയ്യോ കാലോ. നോക്ക്. യൂസഫ്, ഫ്രാൻസിസ് സീബർ ജേക്കബ്, കാറിലുണ്ട്. ചരക്ക് എത്തിയിട്ടില്ല. 2 ദിവസം ലേറ്റ് ആവും. അതെന്താ? ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ്, അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത്. ഓഹോ. എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും. ആ. കൊച്ചിയിൽ 2 ആൾ കൂടി മെസ്സേജ് കൊടുക്കാനുണ്ട്. ഞാൻ വരട്ടെ. ഓക്കെ. See you. നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര്. ഇന്നാരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത്. അവന്മാരുടെ വണ്ടിയാണെന്നാ തോന്നുന്നത്. എന്ത് പറ്റി? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. ഓ, ഈ രാത്രി ഇനി എന്ത് ചെയ്യും? ടൗണിലോണെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റയ്ക്കിട്ട് പോകാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ട. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. ഓ. കണ്ട കള്ളക്കടത്തുകാരാണെന്ന് പറയത്തില്ല. നല്ല മനുഷ്യരല്ലേ? എന്താ കള്ളക്കടത്തായ കോമ്പുണ്ടോ? അവര് മനുഷ്യർ തന്നെ. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നത് കാണാമായിരുന്നു. അയ്യോ, ഞാനില്ലേ. ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഉം? ഈ സ്വർണം വന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും. ഉം. അപ്പൊ അവര് ജീവനും കൊണ്ട് ഓടും. ഉം. നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ട് അങ്ങ് മുങ്ങും. എത്ര ലക്ഷം രൂപ കിട്ടുമല്ലേ? നമ്മളും മുങ്ങേണ്ടി വരും. 3 ദിവസം കഴിയുമ്പം പൊങ്ങും. ചത്തു പഴുത്ത് നല്ല 2 പൂവമ്പഴങ്ങള് ദൂണ്ട് അവിടെ. ചേടാ, കാശുണ്ടാക്കാൻ ഈ പാടുമല്ലോ പറയണോ? ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞാ പോരെ? പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ. റിസ്ക്കും കുറവ്. നമ്മൾ വിവരം കൊടുക്കുന്നു, കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മോ, നമുക്കതങ്ങ് കാച്ചാം. അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചൊന്നു മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടെ കുളം തോണ്ടും. എടാ, അത് അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തു വിടത്തില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയാന്ന്? അതെ. എടാ, നമ്മൾ രക്ഷപ്പെടൂടാ. ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചതാ. അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിൽ ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം ഉണ്ടായതെങ്ങനെ? തീക്കളിയാവൂ. ഒരു മണ്ണാങ്കട്ടയില്ല. എല്ലാം ഞാൻ ഏറ്റു. നിനക്കെന്റെ കൂടെ നിൽക്കാം. ഞാൻ നിൽക്കാം. എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് അവർ വല്ലതും സംസാരിച്ചോ? ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ, അല്ലേ? അത് ശരി. ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അതോ 2 ആളുടെയും പേരിൽ വേണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മതി. ശിവശങ്കരന്റെ ഇനീഷ്യൽ? പി. അഡ്രസ്? സാർ, രഹസ്യമായിരിക്കുമല്ലോ. ഷുവർ ഷുവർ.
സാർ പ്ലീസ് സാർ കൂടെ അമ്മേ അമ്മേ എടി പ്രേമേ അമ്മേ എന്താടാ അമ്മേ എന്താ അമ്മേ, കളഞ്ഞല്ലോ നീ പേടിപ്പിക്കും ഞാൻ എല്ലാരും പേടിപ്പിക്കും ഈ പൂക്കാട്ടുശ്ശേരി ശിവശങ്കരന്റെ ഒരു വിലയില്ലേ ലോട്ടറി വല്ലതും അടിച്ചോ ലോട്ടറി ആർക്ക് വേണം ലോട്ടറി അമ്മ ഇനി പാലൊന്നും പുറത്ത് കൊടുക്കണ്ട നമുക്ക് കുടിക്കാനുള്ള പാലേ ഇവിടെ ഉള്ളൂ നീ കാര്യം പറ എന്റെ അമ്മ ഇത് നോക്കമ്മേ 1 കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 20 ലക്ഷമാ 20 ലക്ഷം എനിക്ക് 10 ലക്ഷം അബുവിന് 10 ലക്ഷം എന്റെ ഈശ്വര ഈശ്വരാന്ന് വിളിക്കാതെ അമ്മേ ശിവശങ്കരാന്ന് വിളിക്കേ അയ്യോ നീ വേഗം കല്യാണം കഴിക്കാൻ റെഡി ആയിക്കോ അല്ല ഒരു മിനിറ്റേ അപ്പേ അബു എന്താ എന്താ ശിവ ഇടി നിന്റെ കെട്ടിയും ലക്ഷപ്രഭാവം പോന്നു ദാ അബു, ദാ പിടിച്ചാ 1 കോടിയുടെ സ്വർണം പിടിച്ചു പടച്ചോനെ. ദാ. അയ്യോ. ആ, എടി റബ്ബേ, ഇങ്ങോട്ട് വാ. ദാ നമ്മളെന്തോ ചെയ്യണം? വാ, നമ്മളിങ്ങനെ കേട്ടിട്ടുമ്മ. ദാ. നമ്മളിതൊക്കെ പൊളിച്ചിട്ട് വാ. നമ്മുടെ കാലം തെളിഞ്ഞു വയസ്സുമ്പോ പഠിച്ച തമ്പുരാനെ ഇത് മുയത്ത ഭ്രാന്തന്റെയാണ് കേട്ടോ
തിരിച്ചു പോകുമ്പോൾ ആൾക്കാരെന്ത് പറയും? ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ. ശിവൻ എന്തി അമ്മേ? അവൻ കോഴിക്കോട് പോയിരിക്കുക. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? സംഗതി അത് തന്നെയാണല്ലേ? ആ. പത്രത്തിൽ വാർത്ത കണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടി തന്നെയാണ് പിടിച്ചെന്നറിയില്ലല്ലോ. ഉടനെ പുറപ്പെടണം എന്ന് കരുതിയതാ. പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല. സമയത്തിന് ബാലേട്ടന് ഇവിടെ ഉണ്ടായൊരു ഭാഗ്യമായി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവോ? പാവം. കാശെന്ന് കിട്ടും. ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ. അബുണ്ട് കൂടെ. ഓഹോ. ബാലേട്ട, ശിവനൊരു പിടിപ്പില്ലാത്തവനാ. കാശ് കിട്ടിയ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്ത് വിടുമെന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ആ, ലീവ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ അവന്. ഇത്രയും കാശ് ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുവരുമോ? മോളെ. ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിലോ? ഇതുപോലെ വേറൊരു പെട്ടി ഇവിടെ വാങ്ങിക്കും. നീ 1 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. 25,000 രൂപ വരെ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എവിടെ? ഞാന് ഒരു ഈ സിനിമയിൽ 21. വാ വാ. നമ്മളോ? അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എവിടെ നോക്കിയാണോ റാസ്കൽസ് പോന്ന്? ഒരു പാക്കറ്റ് വിൽസൂടെ ഭാസ്കര. എന്താടാ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെ മാതിരി മേലനങ്ങാനൊരു മടി? ആ, എത്രയായി? 9 രൂപ. ചില്ലറ ഇല്ല. ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ? ആ, ഗുഡ് മോർണിംഗ് സർ. ഏമാൻ എവിടുന്നാണാവോ? എന്നെ സാറിന് എനിക്ക് SI ഒന്ന് കാണണം. നീ ആരാടാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? അല്ലേ, സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ ഒരു ചവിട്ട് എടുത്തു മാറാൻ വേണ്ടി. ആരെ കൊന്നിട്ടാടാ വന്നത്? സാർ എന്നെയാണ് കൊല്ലാൻ വന്നത്. ആരെ? ആരാണെന്ന് അറിഞ്ഞൂടാ. ആരോ കാറ് കയറ്റി കൊല്ലാൻ വന്നു. കേറാത്ത സാർ ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമൊക്കെ അകത്ത് ഏമാനോട് പറഞ്ഞാൽ മതി. കേറാ. ഇവിടെ വാടാ. ഏതാടാ ഇവൻ? നിനക്ക് എവിടുന്നാ കിട്ടിയത്? എന്റെ കൂട്ടുകാരനാ സാറേ. ഞങ്ങള് ട്രഷറി വന്നാ. എന്താ ട്രഷറിയില് മോട്ടിക്കാൻ വന്നാണോ? പിന്നെ ചെക്ക് മാറാൻ. ചെക്ക് മാറാൻ. അപ്പോ കൈ കാശുണ്ടല്ലേ? ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ കഴിയോ? കൂളിംഗ് ഗ്ലാസ് ഇട്ട കാറുകളായിരുന്നു. നമ്പറോ? വെപ്രാളത്തിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തരൂ, ഒന്ന് അന്വേഷിക്കാം. എന്തെങ്കിലും ഒക്കെ കാണാതിരിക്കും. പോക്കറ്റില് വേറെ അകത്ത് കയറി പോടൂ. ഇല്ല, പോക്കറ്റിലൊന്നുമില്ല. ഇല്ല നിക്കേ, ഒരു സീറ്റ് വെച്ചിട്ട് പോ. വേണ്ട, വിൽസ. ഞാൻ മേടിക്കില്ല. ചായ ആ, എടുത്താ? വേണ്ട. നീ എന്തോ അവിടെ സുവാസത്തിന് പോയാന്നോ? ഈ കാശും വെച്ചോണ്ട് ഞാൻ ഇവിടെ കനലി ചവിട്ടിയല്ല നിൽക്കുന്നത്. അതിനാ നാറി വിടണ്ടേ? എന്റെ 213 രൂപ അയാളെടുത്തു. ബാ, ബാങ്കിലേക്ക് പോവാ. എന്തോതിനാ? നമുക്ക് വേണ്ടി ബാങ്ക് അവിടെ തുറന്നു വെച്ചിരിക്കുക. ആ സമയത്രായി നോക്ക്. അത്രയായോ? നമുക്ക് വീട്ടിലോട്ട് പോവാം. അത് ബുദ്ധിയല്ല. പെട്ടി കാശാണെന്ന് ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ എന്താ ഒരു അടച്ചുറപ്പ്? അത് ശരിയാ. നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ? എന്നിട്ട് നാളെ ബാങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങി ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാം, അല്ലേ? ആ, അതാ നല്ലത്. നിന്നെ ഹോട്ടലിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി വിവരം പറഞ്ഞിട്ട് വരാം. അല്ലേ വീട്ടിലുള്ളൊരു വിഷമിക്കും. അതെ.
സേവിച്ചേ വന്നു. ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയില്ല, ഓഫീസിലുണ്ട്. ചതിച്ചതാണ് ബാബ, കൊടും ചതി. ശത്രു മിത്രമൊന്നുമല്ല, ഒരേരപ്പാളി. ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഉവ്വ, ഡിപ്പാർട്ട്മെന്റില് നമുക്ക് ആളുകളുണ്ട്. ശിവശങ്കരൻ, പി ശിവശങ്കരൻ. ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. ചെക്ക് കൊടുത്തിരിക്കുന്നതും അയാളുടെ പേരിൽ മാത്രമാണ്. 1 മിനിറ്റ്. ഫ്രാൻസി, ബോംബെന്ന് ബാബയാണ്. എന്തായെന്ന് അന്വേഷിക്കുന്നു. ബാബ ഫ്രാൻസിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ടൗൺ വിട്ട് പോയിട്ടില്ല. ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ആകരുത് പ്ലീസ് ബാബ. താങ്ക് യു ബാബ, താങ്ക് യു. എല്ലാവരും നമ്മളെ തന്നെയാണ് വഴി പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ കഴിവുകളാണ്. കൊച്ചിയിൽ നിന്ന് സേഡ്ജി വിളിച്ചിരുന്നു. അവരൊക്കെ വറിയതാണ്. ഇവനെ പോലെ പലരും ഈ വഴി തുടർന്നാൽ എങ്ങനെ ബിസിനസ് നടത്തും? ഇവൻ എല്ലാവർക്കും ഒരു പാഠമാകണം. തലയർത്ത് ബോംബെക്ക് പാഴ്സൽ ചെയ്യാനാണ് ബാബ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ ഈശ്വര. അമ്മേ, ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്തിട്ടാ അങ്ങോട്ട് പോന്നെ. വിവരക്കേട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. ബാങ്കിൽ ഒരു ചെറിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി. വിവരമില്ല, വിവരമുള്ളവരോട് ചോദിക്കണം. അതെങ്ങനെയാ? അർദ്ധരാത്രി കൊട പിടിക്കുന്നല്ലേ സ്വഭാവം. പറ്റിപ്പോയി, ഇനിയിപ്പോ പറയേണ്ട കാര്യം. ഇനിയെങ്കിലും നേർവഴി പറഞ്ഞു കൊടുക്ക്, വിവരക്കേട് കാണിക്കാതിരിക്കട്ടെ. ബാല, നീയും കൂടി അബുവിന്റെ കൂടെ ഒന്ന് പോ. ഞാനും കൂടെ പോയാലോ രമേ? നാളെ ബാങ്ക് തുറക്കണം നേരത്തെ എത്തിയാ പോരെ? ഈ രാത്രി ഉറക്കളച്ച് തണുത്ത കാറ്റും കൊണ്ട് യാത്രയും ചെയ്ത് വല്ല അസുഖം വന്ന് കിടപ്പിലായാലേ ഞാനേ നോക്കാനുള്ളൂ. ഡോക്ടർ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ശരിയാ, ബാലായിട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോട്ടെ. മോനെ, അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അതെന്നോട് പറയണോ? ഹലോ, ഹലോ, ഐ ആം സേവർ ജേക്കബ്. ഈ ഹോട്ടൽ നടത്തുന്നത് ഞാനാണ്. ആ. അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ സാർ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ 2-3 തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ എം സോറി. ഞാൻ ഉടനെ പറഞ്ഞു. സീ യു. You see, the female's role in a traditional India is taken as a reproductive role. This needs to be changed into a productive role of females in India, which is absolutely essential, without which your family planning program will not succeed. समाज में महिलाओं के स्तर और परिवार कल्याण जैसे विषयों पर लोगों का रवैया बदलने के लिए पाठ्यक्रमों में उचित परिवर्तन നിങ്ങൾക്ക് എന്താ വേണ്ട?
ആ താൻ പോകൂ. തങ്കമണി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൂന്നിടത്തും കഴകം. മഠത്തിൽ വാര്യത്തിനാ. കൃഷ്ണന്, അയ്യപ്പന്, ശിവന്. മൂന്നിടത്ത് സദ്യ തന്നെ. അവിയല്, ഓലൻ, കാളൻ, എരിശ്ശേരി, പച്ചടി എന്ന് വേണ്ട 8 കൂട്ടം കറികളും. നേദ്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഊണെന്ന് പറഞ്ഞാ ഊണന്നെയാ. മൂക്കറ്റ ഉണ്ണും. പായസങ്ങള് വേറെ. കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപായസം എന്താ അതിന്റെ ഒരു വാസന. ഒരു പറ കഴിക്കാം, എന്നാലും അത് വരില്ല. അതിന് കഴിക്കാൻ എവിടെയാ ഇടം? മൂക്കറ്റം ചോറല്ലേ? ഞാൻ എന്താ ചെയ്യാന്നറിയോ? കവാത്ത് നടത്തും. ആ എന്നിട്ട് കേക്കട്ടെ. തനിക്ക് കേൾക്കാൻ മാത്രമൊന്നുമില്ല. അതെന്താ കീഴ്ജാതിക്കാർ കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ. അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പടിപ്പരയുടെ ഉള്ളില് കാല് കുത്തുവോ താൻ? ഇല്ല, പറയണില്ല. ഒന്നും പറയണില്ല. അതാ നല്ലത്. ലക്ഷ്മിയടുത്ത് ഞാൻ പോണു. പോലെ നിക്കേ, ചോദിക്കട്ടെ. നീ ഏതാ? ഞാൻ മേലത്തെ രാമനായരുടെ മോനാ. നിനക്കെന്താ ഇവിടെ കാര്യം? അച്ഛൻ വിളിച്ചിട്ട് പറയടാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ വെറുതെ വെറുതെ എന്താലേ മേലാൽ വെറുതെ അങ്ങനെ ഇവിടെ കയറി വിലസണ്ട. അതിന് ഞാനുണ്ട്. മനസ്സിലായോടാ? അപ്പോ വിടാ. നിങ്ങൾ എന്ത് മര്യാദകടാ കുട്ടിയോട് കാട്ടിയേ? എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഇടിച്ച നടലൂരും. നീ ഉണ്ടാക്കിയ ഭാര്യ അനിയത്തിക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ അവിടെ കണ്ണി കണ്ട് ചെറുക്കന്മാരെ വിളിച്ച് തിന്നെ കെട്ടിരുന്നേ. എന്റെ ഭഗവാനെ, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ കാണാൻ പറ്റൂ? എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എടി, താമസിക്കാൻ ഒരു മുറി ചോദിച്ചു വന്ന് എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു തന്നല്ലേ നീ? അയ്യാ, പേഴച്ച വർഗങ്ങള്. ഇത് കണ്ടോ എടുത്തി? എവിടുന്നാണെന്നറിയോ ഈ തുളസി? ദേവ്യമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ. ഒരേ ദിവസം അവര് കൈയോടെ പിടിക്കും നിന്റെ കളവ്. തങ്ക അമ്പലത്തിലേക്ക് നടന്നോളൂ കേട്ടോ. ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല. അയാള് വന്നില്ലേ? ഇന്നും എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ? അല്ല, ഇന്ന് തന്നെ പോവാ അയാള്? അറിയില്ല. 2 മാല ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. തങ്കം വന്നപ്പോ മുതൽ ഞാൻ തങ്കത്തിനെ അന്വേഷിക്കുക. തങ്കത്തിന് ഏട്ടനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് അതിനുള്ള അവകാശമില്ലേ? എന്താ ഇത്? പറയാനുള്ളത് പറഞ്ഞാ മതിയല്ലോ. മേല് തുറന്നോ? ഞാൻ തൊട്ടാ നീ എന്താ മുരുകി പോവോ? ആ, ഉരുകി പോവും. എന്നാലതൊന്നും അറിയണമല്ലോ. എന്താ ഈ കാട്ടിന്? ഞാൻ എടുത്തോട് പറയൂട്ടോ. ഓടരുത്. എന്താ ഈ കുട്ടി കാണിക്കുന്നേ? തങ്കം, 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 തങ്കം. എന്ത് തങ്കം? തങ്കം,
തങ്കം തങ്കം എവിടേക്കാ പോയേ? തങ്കം തങ്കം എന്നെ അങ്ങനെ മണ്ടനാക്കാവൊന്നും വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ വന്ന് പെടും. തങ്കക്കുട്ടി ശല്യങ്ങള്. തങ്കക്കുട്ടിയേ അയ്യേ എന്താ എന്താ ഒച്ച കേട്ടത്? എവിടെങ്കിലും പോയി ഇരിക്കേ. ഒച്ച കേട്ടു എന്താച്ചാ? തങ്കക്കുട്ടി അത് ഞാൻ അറിയുന്നേ. തങ്കക്കട്ടിയും സ്വർണ്ണക്കട്ടിയും. തങ്കം ഈ കുട്ടി എവിടെ പോയി? ഒച്ച കേട്ടൂല്ലോ ഞാന്. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. തങ്കം തങ്കം ഈ കുട്ടി അവിടെ എന്തെടുക്കുക? എന്താ നിനക്കിവിടെ പണി? വല്ല പാമ്പോ മരപ്പെട്ടിയോ കാണും. ഇതെന്താ മേലൊക്കെ പൊടിയെടുക്കും? അത് ഞാനൊന്ന് കാല് തട്ടി വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ നിനക്ക്? ഒന്നും പറ്റില്ല. അച്ഛാ, പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? എന്താ ചോദിക്കാൻ? ഒന്നുമില്ല, വെറുതെ തോന്നി. ഈ മനസ്സിലാക്കുക എന്ന് പറയണത് ഒരു സിദ്ധിയാ. ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് നോക്കിയാ മതി. ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല. നിന്റെ ഇടത്തേക്ക് പറ്റിയതാ. 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല. കർമ്മഫലം എന്ന് സമാധാനിക്കാം. വെള്ളം. നെയ്തിച്ചോറാണ്. ദാ കഴിച്ചോളൂ. എന്താ കരയണേ? നിങ്ങൾ ആരാണ്?
ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ. വന്നോളൂന്നേ, ഞാൻ നുണ പറഞ്ഞതല്ല. എല്ലാവരും പോയിരിക്കുക. ഏടത്തിയുടെ ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. അച്ഛനും ഏടത്തിയും അമ്പലത്തില് ഒരു അടിയന്തരമുണ്ട്. ഞാനൊരു സൂത്രം പറഞ്ഞിങ്ങോട്ട് പോന്നു. പല്ലുവേദന. പല്ലുവേദന ഉണ്ടോ കുട്ടിക്ക്? ഹേയ്, എന്റെ പല്ലിനൊന്നും ഒരു കേടുമില്ല. ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും. പാവം, എന്നെ അത്ര ഇഷ്ടാ. മുറിഞ്ഞിട്ട് നല്ല വേദന ഉണ്ടല്ലേ? എങ്ങനെയാ മുറിഞ്ഞത്? വെടി കൊണ്ടതാ. ഈശ്വര, വെടി കൊള്ളേ? നെഞ്ചി കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം. ഇത് വേദന കൈ അനങ്ങിയ സഹിക്കാൻ പറ്റണില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇതിനുള്ളിൽ ഇരിക്കണല്ലോ. തൊട്ടാൽ അറിയാം. എല്ലില് കൊണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? എല്ല് പൊട്ടിയാൽ ഇങ്ങനെയാ. നീര് വന്നിപ്പോ കൈ ഇത്രയും ഉണ്ടായിനെ. ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കൈയുടെ എല്ലൊന്ന് ചിന്നിയതാ ചെറുപ്പത്തില്. എന്റെ അമ്മേ, എന്തായിരുന്നു വേദനയും നീരും. ഇത് എല്ലില് കൊണ്ടിട്ടില്ല, ദശയിലാണ്. കുട്ടിക്ക് ഇതൊന്ന് എടുത്തരാ. ഞാനോ? അയ്യോ, എനിക്ക് പേടിയാ. ആശുപത്രി പോയി ചെയ്താ മതി. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നെ കിട്ടിയ ഒരു കൊല്ലും. ആര്? എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട്. അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കൂടെ? രക്ഷപ്പെടണം. അതിനു മുമ്പ് ഈ വെടിയുണ്ട എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു. ഞാൻ എങ്ങനെ സഹായിക്കാം? നന്നായിട്ട് ഞെക്കി നോക്കട്ടെ, മുള്ളെടുക്കണ മാതിരി. മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ? ആ, അച്ഛൻ മുഖം മിനുക്കണ കത്തിയുണ്ട്. അസല് മൂർച്ചയാ. അതൊന്ന് കൊണ്ടുവരാം. കുറച്ച് തുണിയും എന്നിട്ട് കൊണ്ടുവരൂ. ഇത് അപകടമാവുമെന്ന് കേട്ടില്ല. എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. കടങ്ങൾ വീട്ടണം, പ്രേമയെ കെട്ടിച്ചയക്കണം, നല്ല വീട് വയ്ക്കണം, എൻ്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം. അങ്ങനെ 1000 മോഹങ്ങൾ. അബുവിനും അതെ. എല്ലാം തകർന്നു പോയി. പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു. ഇപ്പോ പണമുണ്ട്. 20 ലക്ഷം രൂപ. ഏതോ ഒരു ഭാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടുംപുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. ഉണ്ടോ കുട്ടിക്ക്? ഇത് കുടിക്കണവരെ എനിക്ക് പേടിയാ. ഏടത്തിയുടെ ഭർത്താവ്, അയാൾ എന്നും കുടിക്കും. പിന്നെ എന്തൊക്കെ വൃത്തിയേടാ പറയാന്നറിയോ? അസത്ത്. അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ടി ഈശ്വര? എന്നെ പേടിയുണ്ടോ? സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ച് പേടിയുണ്ട്. പേടിക്കണ്ട. അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ടാ. മറക്കില്ല, മരണം വരെ മറക്കില്ല. ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു. എന്റെ പേരോട് ചോദിച്ചില്ല. സ്നേഹലത എന്ന ശരിക്കും പേര്. തങ്കം എന്ന് വിളിക്കും. അച്ഛൻ തങ്കക്കുട്ടിന്ന്. തങ്കം. തങ്കം തന്നെയാണ് കുട്ടിയുടെ മനസ്സും. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആരോടും പറയാതെ എന്തിനാ ഇത്രയും ദയ എന്നോട് കാണിക്കുന്നത്? അച്ഛനോട് പറയണം തന്നെ വിചാരിച്ചേ. പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി. 3 പ്രാവശ്യം കമിഴ്ന്ന് തന്നെ വീണേ. ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണം എന്നായിരുന്നു.
പെട്ടി ഒന്ന് കൃത്യമായിട്ട് വെച്ചുതരാം. വെടിയുണ്ടായിരിക്കുന്നതിന്റെ മുകളിൽ. ഷർട്ട് വേണേ കയറിക്കോളൂ. അമ്മേ, ഇത് പിടിച്ചോണ്ട് കിടന്നോളൂ. അനങ്ങരുത്. എത്ര നേരായി വിളിക്കണ്? ഈ വാതിലെല്ലാം അടച്ചുകൂട്ടി എന്തെടുക്കായിരുന്നു? ഉറങ്ങിപ്പോയി. ഇങ്ങനൊരു ബോധമില്ലാണ്ട പെൺകുട്ടികൾ ഉറങ്ങാ? പല്ലുവേദന കുറഞ്ഞോ നിന്റെ? കുറഞ്ഞു. തിരുമേനി ഒരു മരുന്ന് തന്ന് ഞാനത് ശശിധരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇവനിവിടെ വന്നപ്പോ വാതെല്ലാം പൂട്ടിയിരിക്കണു. വിളിച്ചിട്ട് അനക്കോയില്ല. ഭയപ്പെടാൻ വേറെ എന്താ വേണ്ടേ? ഓട് പൊളിച്ചിറങ്ങി നോക്കിയാലെന്താന്ന് വിചാരിച്ചതാ ഞാൻ. പെൺകുട്ടികളുടെ മനസ്സാണേ. തോന്നാബുദ്ധി എപ്പോഴാ തോന്നുന്നു പറയാൻ പറ്റില്ല. ഇന്നലെ മാസികയിൽ വായിച്ചായിരുന്നോ? എന്ത്? ഒരു കഥ. ഒരു കഥക്കാരൻ. അവനോട് ദേഷ്യപ്പെടേണ്ട, നിവേദ്യം ആയിക്കൊണ്ട് പോവുക. എന്നിട്ട് 100 കൂട്ടം പണി ബാക്കിയാ. ഇടത്ത് കഴിക്കാ നിവേദ്യം വാങ്ങ. എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ? കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. തങ്കത്തിന് വഴക്ക് പറയണ്ടാവാരേ. പുളിയവിടെ തങ്കം മരുന്നിവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ. വരാ. ഇപ്പൊ മാറും വേദന. പള്ളിന്ന് കൊണ്ടുവന്ന ഭസ്മ. അച്ഛന്റെ ഒരു മുണ്ടെടുത്തു തരാം. ഈ ഉടുപ്പും കൂടെ ഊരി തന്നാ ഞാൻ തിരുമ്പിടാം. തെക്കേക്കെട്ടിലൊരു കുളിമുറിയും കക്കൂസും ഉണ്ട്. ഞാൻ വെള്ളം കോരി വെച്ചേരാം. സുഖമായിട്ടൊന്ന് കുളിച്ചാ ക്ഷീണം പകുതി മാറും. കുളി കഴിഞ്ഞാ നല്ല മഞ്ഞപ്പൊടി ഇരിക്കുന്നുണ്ട്. വെളിച്ചപ്പാട് നെറുകയിലിടുന്ന മഞ്ഞപ്പൊടിയാ. മുറിവ് പെട്ടെന്ന് കരിയും.
ചിലപ്പോ കുടിച്ചു തീർത്തിട്ടുണ്ടാവും. ഓർമ്മയില്ലാത്ത ആരോട് കൂറ്റാ? ഒരു വീക്ക് വെച്ചതുണ്ടല്ലോ, അത്ര ബോധമില്ലാത്ത നല്ല രായപ്പനെ ഇട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പൊട്ടിക്കാത്ത അരക്കുപ്പി റമ്മ ഞാൻ ഐമേസിക്കകത്ത് വെച്ചത്. വെച്ചെങ്കിൽ അവിടെ കാണും. എടുക്കടി എടുക്കടി എടുക്കാൻ. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്തിനാ? ഞാൻ കണ്ടില്ല. എന്നാ വിറ്റ് കാശാക്കി കാണും. ആരെ? നിന്റെ തന്ത. അല്ലെങ്കിൽ രാത്രി വരുവാർക്കെടുത്ത് സൽക്കരിച്ച് കാണും. എന്ത് തോന്നിയാ സീ പറയണേ? വേണ്ടടി, നീ വലിയ ശീലാവധി നിൽക്കാൻ വേണ്ട. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം. ഒരു ദിവസം തൊണ്ടിസകതം പിടിക്കും ഞാൻ എല്ലാത്തിനെ. എന്റെ ഈശ്വര, കണ്ണീരൊന്നും കാണിക്കണ്ടടി, ഞാനും കുറെ പെണ്ണുങ്ങളെ കണ്ടവനാ. എന്താ ഉണ്ടായേ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. ആർക്കാ എടുത്ത് വിറ്റത്? എന്ത് കൈ കിട്ടിയ എന്ത് കൊടുത്ത് വിൽക്കുമല്ലോ. വിറ്റ് വിറ്റ് ഉപ്പിയെത്ര വിറ്റില്ലേ? ഹ, ഇനിയും വിൽക്കാനുണ്ടല്ലോ ഇവിടെ ഒരെണ്ണം കൂടെ. ദേ നിൽക്കുന്നു മൂത്ത് പഴുത്ത്. നല്ല വില കിട്ടും, ഞാൻ തരാൻ കാശ്. ഈ രായപ്പനെ തനിക്കറിയില്ല. ഇന്ന് വരെ ഒരുത്തൻ മണ്ണ് നുള്ളിയിട്ടിട്ടില്ല എന്റെ ദേഹത്ത്. എന്റെ ചോറ് തിന്നോണ്ട് തിന്നുകൊടുക്കുക. ചവിട്ടി ചവിട്ടി എല്ലൂരി ഞാൻ. നല്ലതാ, തള്ളോട് വരിക്കനെ. തൊറോ തൊണ്ടേ തൊറോ. എന്താണോ ഒന്നും മിണ്ടാത്തെ? എന്റെ കുഞ്ഞിപ്പോ എവിടെയാണാവോ? ഒരാഴ്ചയായാലും ഒന്ന് കണ്ടിട്ട്. അതിബുദ്ധി കാണിക്കണതാ. ഒരു കത്തെങ്കിലും എഴുതി കൂടെ അവന്. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഇത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? 2-3 ദിവസം കൂടെ കഴിയട്ടെ. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞിട്ട് മതി. നമ്മളിപ്പോ ചെയ്യണതൊക്കെ അബദ്ധാവുമോ എന്ന് എന്റെ ഭയം. അബുവിനെ വെട്ടിച്ചവൻ മാറിയോന്ന് എനിക്ക് സംശയം. അവൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതും ശരിയാ. അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു. ഇതെന്താ, ആരും ഉറങ്ങില്ലേ? ആരൊക്കെയാ മനസ്സിലായില്ലല്ലോ. ഞങ്ങള് ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ്. ശിവൻ എത്തിയില്ലേ ഇതുവരെ? എന്റെ മക്കളെ, ഇതുവരെ ഒരു വിവരവുമില്ല. ഒരു കത്ത് പോലും അയച്ചില്ലേ? അതല്ലേ സങ്കടം. ഞങ്ങളിവിടെ ആകെ വിഷമത്തിലാ. ഞങ്ങളും ആകെ വിഷമത്തിലാ ശിവനെ കാണാത്തത്. ചേട്ടനല്ലേ? അതെ. ഒന്ന് വരൂ, ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ പോയി ഉറങ്ങിക്കൊള്ളൂ. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും ചേട്ടാ? സംഗതി ആകെ പ്രശ്നമായല്ലോ. നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണോ? ആ, ഇപ്പൊ ഞങ്ങള് ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാ. ഒച്ച വയ്ക്കരുത്. കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ആരാണ്? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്നെ കൊല്ലരുത് എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ചേട്ടാ, സത്യം പറയും, ശിവശങ്കരൻ എവിടെയുണ്ട്? എനിക്കറിയില്ല. അത് ശരിയല്ല, നിങ്ങൾക്കറിയാം. എന്റെ മോളാണ് സത്യം, എനിക്കറിയില്ല. ഞങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയ പണത്തിന്റെ പങ്കുപറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. ചേട്ടൻ ഇനി ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക. ശിവശങ്കരൻ ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തും, കൊല്ലും. അനുജനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ? ചേട്ടന് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ? ദേവി തന്നെ വിശ്വസിക്കണം. എനിക്കറിയില്ല. കൊല്ലരുത്. ജീവന് കൊതിയുണ്ട്. അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ശരി, പിന്നെ ആർക്കറിയാം? അമ്മയ്ക്കറിയൂ? ഇല്ല. അനിയത്തി പെണ്ണില്ലേ ഒരാൾ, അവൾക്കറിയൂ? ഇല്ല. പിന്നെ ആർക്കറിയാം? പറയൂ. ഇനി അബുവിന് അറിയോന്ന് അറിയില്ല. അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത്. ചിലപ്പോ അറിയായിരിക്കും. അതെന്താ? അവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ ചെയ്തത്. പേര് കൊടുത്തത് ശിവശങ്കരന്റെ ആന്ന് മാത്രം. ഓഹോ, അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ? നീ കഥ കൊടുത്തിട്ട് കിടന്നു, എന്നെ കാക്കണ്ട. പാസാറേ, ഉറക്കം കളഞ്ഞു അല്ലേ?
ഞങ്ങള് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ? എപ്പോ ഒന്ന് വിളിച്ചാലും പോണം. സാറ് കയറിയാട്ടെ. സാറേ സാർ ഇവിടെ ഏത് വീട്ടിലാ വന്നേന്ന് പറഞ്ഞേ? അത് പുറത്തു പറയാൻ വിഷമമുണ്ട്. ചിന്ന വീട്ടിൽ വന്ന ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി. ഇറങ്ങടാ പട്ടു. നീ രക്ഷപ്പെടാൻ വിചാരിച്ചോ? ഫ്രാൻസി വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തു. സോറി അമ്മ. വരൂ, നമുക്ക് സംസാരിക്കാൻ. വരൂന്നേ. അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അബു ശിവശങ്കരന് ഒറ്റിക്കൊടുത്തത് ഞങ്ങളെയാണ്. നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല. കുറച്ച് പണം കിട്ടാനൊരു മാർഗം. മനസ്സിലായി. പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ? വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് 10-20 ലക്ഷം രൂപ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് പോയത് 1 കോടിയാണ്. മാത്രവുമല്ല, വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ചെയ്തത് തെറ്റായിപ്പോയെന്ന് അറിയാം സാർ. വെരി ഗുഡ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ട് എന്താ കാര്യം? തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കണം, വേണ്ടേ? സാർ, ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല. ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അബുവിനൊരു തെറ്റുപറ്റി. ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അബുവിനെയും ശിവശങ്കരനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ചെയ്യാനൊരു തോന്നലുണ്ടാവും. അവർക്കിതൊരു പാഠമാണ്, വേണ്ടേ? ഞങ്ങൾ മാത്രമല്ല, ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ശിവശങ്കരനെ ഞങ്ങൾക്ക് വേണം. അവൻ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം. ഫ്രാൻസിസ് എന്നെ പോലെയല്ല, പക്ഷെ അല്പ ചൂടനാണ്. പറയൂ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പറയടാ. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാം. ശിവൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവനെ തൊടാൻ പറ്റൂ. ഇവനോടൊക്കെ സംസാരിക്കല്ലേ വേണ്ടത്, കൊല്ലണം. ഫ്രാൻസി, ശിവശങ്കരനോട് ശരിക്കും സ്നേഹമുള്ളവനാണിവൻ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെയുണ്ടെന്ന് ഇവൻ അറിയും. ഇവനെ ഇപ്പൊ കൊല്ലരുത്. ആഭ്യന്തരമന്ത്രിക്കൊരു പെറ്റീഷൻ അയക്കാം. നീയും കൂടി പോയാ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ബാല, കുറച്ചു ദിവസം കൂടി നീ എന്റെ അടുത്ത് നിക്കട. അമ്മയ്ക്ക് ഇളയ മോനെ പറ്റിയ വിഷമമുള്ളൂ. ബാലേട്ടനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്തുകാരുടെ കൈകൊണ്ട് മരിക്കണോ? വല്ലിട്ട് പൊയ്ക്കൂട്ടമ്മേ, അവിടെ പെരവിളി തുടങ്ങാൻ പോവല്ലേ? അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ. ഒരു ദിവസം നിശ്ചയിച്ചത് മുടങ്ങിയ അപശകുനാണ്. ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല. ഞാൻ പോയിട്ട് ഇടയ്ക്ക് വരാമേ. അമ്മ ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ എങ്ങനെയാ പോവാ? വല്ലിട്ട് പുറപ്പെട്ടുള്ള അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം. എന്താ ചെയ്യേണ്ട ദൈവമേ? പ്രേമി, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ. ഞാൻ വരട്ടെ അമ്മേ. ഞാൻ പോട്ടെ അബു. ജീവനെ കൊതിയുള്ളവരൊക്കെ വേഗം സ്ഥലം വിട്. അതെന്താ അബു അങ്ങനെ ഒരു സംസാരം? അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങൾ വാ. ജീവന് കൊതിയില്ലാത്തൊരാരുമില്ല. ഞങ്ങളും അതെ. ഞങ്ങൾക്ക് ആ പണവും വേണ്ട. ബാലേട്ടാ, ഒരു ഉപകാരം ചെയ്യായിരുന്നു. അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു. എന്റെ അബു, പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം? പ്രയോജനമൊന്നുമില്ല. കുറച്ച് ദിവസമെങ്കിലും അത്രയും. ഇങ്ങനെ വേദനിക്കണ്ടല്ലോ. എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടാ ബാലേട്ടൻ പോണത്. ബാലേട്ടാ വരൂ. സമയം കളയണ്ട, പൊയ്ക്കോ. അമ്മേ, അമ്മോ, ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായേ?
ആരോ വന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി, ഇത്രയല്ലേ ഉള്ളൂ. ശിവൻ അത്ര മണ്ടനൊന്നുമല്ല. അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഈ തിക്കും തിരക്കും ഒക്കെ കഴിയുമ്പോൾ അവ ഇങ്ങ് വരും. എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവുന്ന. ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കണ്ട. ഞാനില്ലേ അമ്മ ഇവിടെ? ഇനി നീ ഇവിടെ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ട. നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യമുണ്ടോ നോക്കടി. ചെല്ലേ, എന്തേ നീങ്ങി പോന്നേ? ഇക്കാക്കെ കാണുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതാ. എന്താ കുട്ടി ഏതാ? എന്റെ പേര് തങ്കം. കല്യൂര് മഠത്തിൽ വരുത്തിയ. ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ. ശിവൻകുട്ടിയോ? ആ, അബുവിന് ഞാൻ ജീവിച്ചിരിക്കുന്നു, ഉടനെ എന്നെ വന്ന് കാണണം. സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും. സ്നേഹപൂർവം, ശിവൻ. എന്താ മോനെ എഴുതിയിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേ മേ, പടച്ചോ നമ്മുടെ കൂടെയാ. ഞാനും വരട്ടെ മോനെ, എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടമേ, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം, അല്ലെ ചിലപ്പോ അപകടമാവും. ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം. ആ പണം എനിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട. ശരി അവള് പറഞ്ഞത്. എനിക്ക് അവൻ മാത്രം മതി. വെറുതെ ആദ്യ പിടിക്കണ്ട. അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും. ചേട്ടത്തിയുടെ അല്ലേ അനിയത്തി. തങ്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയണവർ വന്നിട്ടില്ല. എവിടെ പോയാ കുട്ടി? ആ, പുന്നാരിച്ച് തലയെ കയറ്റി വെച്ചോ. ഇള്ള കുഞ്ഞ് അനുഭവിച്ചോ. ആരുടെ കൂടെ പോയി ആർക്കറിയാം. മാരാരുടെ കുട്ടികളോട് ചോദിച്ചോ നീ? ഉവ്, ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഓ പിന്നെ, നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും. എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ ഏട്ടനല്ലേടി. ആരും വിഷമിക്കണ്ട, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല. അവള് വരും. ഓ വരും, ഒരു 5-6 മാസം കഴിഞ്ഞ് വയറും വീർപ്പിച്ചോണ്ട്. നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ. ആ വന്നല്ല. എവിടെ ആയിരുന്നു നീ? അത് ഞാൻ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് ഇടത്തെ പോലെ കാല് പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നിൽക്കണുണ്ടാവും ഉത്തരത്തേല്. എവിടെ പോയിരുന്നടി നീ? വൈകിയപ്പോ പേടിച്ചു അല്ലേ? ബസ് കിട്ടിയില്ല. ആളെ കണ്ടു. രാത്രി വരും. കുളപ്പരയില്. ഒരുപാട് തല്ലി അല്ലേ? തങ്കം, കുത്തുവാക്ക് കേട്ട് മടുത്തു അച്ഛൻ. സഹിക്കാൻ പറ്റില്ല.
വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല. സന്ധ്യ ആവണവരെ എവിടെയായിരുന്നു നീ? അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമല്ലേ? വിശ്വാസ. കിടന്നോളൂ. അപ്പോ നമ്മൾ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. ഇതുണ്ടോ, വെടികൊണ്ടതാ. അതൊക്കെ പിന്നെ പറയാം. അമ്മ സുഖമായിരിക്കുന്നു. പ്രേമി പാലേട്ടൻ പോയി. ഏട്ടനെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പടച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്നെ അവർക്ക് വേണ്ടത്. നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം. സാരമില്ല, നിന്നെ അവര് വെറുതെ വിട്ടല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. പണവുമായി ഞാൻ മുങ്ങിയെന്ന്. നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. പണം എവിടെയും പ്രശ്നമാണടാ, ഏത് ബന്ധത്തിനും. ഇതാ 20 ലക്ഷം രൂപ. തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോ, അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും. ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എന്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം. കടങ്ങൾ തീർക്കണം. പ്രേമയെ നല്ല നിലയിൽ കെട്ടിച്ചു വിടണം. ഏട്ടനും കൊടുക്കണം കൈ നിറയെ പണം. ഞാൻ തിരിച്ചു വരുമ്പോ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെ ഉള്ള അബൂബക്കർ മുതലാളിയായിരിക്കണം നീ. നവാങ്ങ. ആർക്കു വേണോടാ ഈ പണം? അമ്മയ്ക്ക് വേണ്ട, പ്രേമയ്ക്ക് വേണ്ട, ഏട്ടനും വേണ്ട. അമ്മയ്ക്ക് നിന്നെ മാത്രം മതി. എനിക്കും. നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടടാ. അബു, പിന്നെ ആർക്ക് വേണ്ടിയാടാ നമ്മൾ ഇത് ചെയ്തത്? ഇത് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനുമാണ്. നിനക്ക് വേണ്ടി അവർ ഓരോ മുക്കും മൂലയും തിരയുക. കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ പണം നിനക്ക് അപ്പോൾ ഉപകരിക്കും. എങ്ങോട്ട് പോകും ഞാൻ? നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും, ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട്. ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. വയ്ക്കോ. അബു, ഉമ്മ. ഉമ്മ നിനക്ക് വേണ്ടി പടച്ചനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ചെല്ല്. പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? ഒരുങ്ങാൻ എന്താ ഉള്ളത്? പ്രസാദം. ശത്രുസംഹാര പൂജ കഴിച്ചു. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ തൊട്ടു തരട്ടെ? ദീപാരാധന കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു.
അച്ഛനോടും ഏടത്തിയോടും എന്തെല്ലാം നുണകളാണ് പറയണത്. ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും? ഒരാഴ്ചയായിട്ട് സമാധാനായിരുന്നു. ഒരു ഉറപ്പ്, എന്തുണ്ടായാലും രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ. ആരും ചെയ്യാത്ത സഹായമാണ് തങ്കം എനിക്ക് ചെയ്തത്. നന്ദി. നന്ദി എനിക്കിഷ്ടല്ല വാക്ക് തന്നെ. കള്ളത്തര അത്. വലിയ പണക്കാരനൊക്കെ ആവുമ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി. ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്താ സന്തോഷായി. തങ്കത്തിനെ ഞാൻ വന്ന് കാണും, സത്യം. ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിണ്ണേമേ മാലയും കെട്ടിയിരിക്കണുണ്ടാവും ഞാൻ. ചിലപ്പോ എഴുത്തിയ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, അതുണ്ടാവില്ല. പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാരം താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട് ഈ വീടിന്റെ കഴുക്കോലിന്. പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. പെട്ടി നിറയെ പണം ഉള്ളപ്പോ എന്തിനാ ഇനി നെയ്തിച്ചോറ് അല്ലേ? ഞാൻ ഇറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ തങ്ക ഇത് കണ്ടോ? എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ. എത്ര ലക്ഷം വേണമെങ്കിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് മുഴുവൻ എടുത്തോളൂ. വേണ്ട, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണം. ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക? എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമോ? ഈശ്വരാ, അച്ഛൻ. അമ്പലത്തിൽ പോയില്ലേ? പോയി വന്നു. നിന്റെ ചേച്ചി നന്ദയൊക്കെ എവിടെ? ഇപ്പൊ വരും. നിക്ക്, ചോദിക്കട്ടെ. കവള തടി കൊണ്ട് പാടൊക്കെ പോയോ? നോക്കട്ടെ. ചേട്ടൻ എന്നോട് സ്നേഹമായിട്ടല്ലേ? കണ്ണി കണ്ടാണ് കൂടെ നിനക്ക് പോവാം. എനിക്കെന്താ? ഇങ്ങോട്ട് മാറാൻ കുടുംബത്തിൽ വന്ന് ആക്രമിക്കേ. ആരാടാ നീ? ആരാന്നോ? എവളോട് ചോദിക്കേ. മോളുടെ രഹസ്യക്കാരനാ തങ്കം. സത്യാടി കേക്കണത്? അവളെ ഒന്നും ചെയ്യരുത്. നീ ആരാ പറയാൻ? ഇറങ്ങിപ്പോടാ. ഞാൻ പോകാം, പക്ഷെ അതിനു മുമ്പ് ആദ്യം അടിച്ചിറക്കേണ്ടത് ഇവനെയാണ്. ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മകളെ ഇവൻ, നാളെ ഇവളെ ഇവന് ഭാര്യയാക്കി കൊടുക്കേണ്ടി വന്നേനെ. കള്ളവാ ഇവൻ പറയുന്നേ. എനിക്കറിയാം ഇവനെ. ഇറങ്ങടാ പുറത്ത്. ലക്ഷ്മി, ഇറങ്ങാ നായേ. അച്ഛാ, ഇതുകൂടി തിരിച്ചേൽപ്പിച്ചേക്കൂ.
പുറത്തെടുത്ത് കളിക്കരുത്. അകത്താക്കും ഞാൻ എല്ലാത്തിനെയും അകത്താക്കും. അറിഞ്ഞൂടാ. മൂർഖൻ ഭ്രാന്തനെ അനുഭവിച്ചിരുന്നത്. ക്ഷമിക്കണം. ഞാൻ ആരാണെന്നും എന്താണെന്നും തങ്കം പറയും. കഴിയുമെങ്കിൽ ഒരിക്കൽ ഞാൻ വരും. പുറം വാതിലൂടെയല്ല, മുൻവാതിലൂടെ അങ്ങേ കാണാൻ. വരുമെന്ന് പറഞ്ഞത് മനസ്സിലായോ? പോകുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. തങ്കമുണ്ട് കൂടെ മനസ്സിൽ. അബുവിനെ കാത്ത് ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. വന്നാ പറയൂ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന്. അതിബുദ്ധി കാണിക്കരുത്. നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ വരും. ഇറങ്ങും. ഇപ്പോ അബുവിനറിയാം ശിവശങ്കരൻ എവിടെയുണ്ടെന്ന്. അബു അയാളെ കാണാനാണ് പോകുന്നത്. അല്ല, പിന്നെ എവിടാ പോകുന്നത്? ഞാൻ ഒരു വാടകയ്ക്ക് പോവുക. കൊള്ളാം. നുണ പറയാൻ അബുവിന് ഒട്ടും പരിചയമില്ല. അതുകൊണ്ടത് വേണ്ട. സത്യം പറയും. ശിവശങ്കരൻ എവിടെയാണെന്ന് അബുവിനറിയില്ലേ? ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുക. നിന്നെ കൊണ്ട് സത്യം പറയാൻ എനിക്കറിയാം. നിനക്ക് ചാൻസ് തരാം. നമ്മൾ അബുവിനോട് മാന്യമായി പെരുമാറുമ്പോൾ അങ്ങനെ പെരുമാറാൻ അബുവിന് ഒരു അവസരം കൊടുക്കണ്ടേ? ഇല്ലേ? റെയിൽവേ റിസർവേഷൻ ചാർട്ടിൽ ബോംബെ ജയന്തി ജനതയ്ക്ക് എസ് ശങ്കറിന്റെ പേരിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ശിവശങ്കരനാണോ? എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അബു ആണെന്ന് അറിഞ്ഞു. 300 രൂപ കൈക്കൂലിയും കൊടുത്തു. ഇല്ലേ? എസ് ശങ്കർ, ബോംബെ. ഇനിയെങ്കിലും ദയവ് സത്യം പറയും. നമ്മുടെ ശിവശങ്കരൻ എവിടെയാ മറഞ്ഞിരിക്കുന്നത്? എന്റെ നാവിൽ നിന്ന് നിങ്ങളെ അറിയില്ല. ശരി, ഞാൻ തോറ്റിരിക്കുന്നു. ഫ്രാൻസി, ഇനി നിന്റെ ചാൻസ്. നീ സത്യം പറഞ്ഞല്ലടാ. അബു, 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 അബു.
Oh,